ദൈവനാമത്തിന് മഹത്വം. ആദ്യ പാഠങ്ങളിലേക്ക് വീണ്ടും തിരിയുകയോ. 1993 ഫെബ്രുവരി 8 ലക്കത്തിൽ സുവിശേഷധ്വനി വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം. ഇന്ന് വിശ്വാസഗോളത്തിൽ പലയിടത്തും അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിരിക്കുന്ന ചില ദുരാചാരങ്ങളല്ലേ ജന്മദിന ആഘോഷങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ തുടങ്ങിയവ. തങ്ങളുടെയും തങ്ങളുടെ മക്കളുടെയും തങ്ങളുടെ തന്നെയും ജനന ദിവസങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വിരുന്നു സൽക്കാരങ്ങളിലും അതേ തുടർന്നുള്ള ആഹ്ലാദ പ്രകടനങ്ങളിലും വിശ്വാസികളായ പലരും ലോകജനങ്ങളെ പോലെ തന്നെ ആഘോഷിക്കുന്നതായി ഇന്ന് പലയിടങ്ങളിലും കാണുവാൻ കഴിയും. വിശ്വാസ ജീവിതത്തിൽ അനേകം പടികൾ ചവിട്ടിക്കടന്ന് പക്വത വന്നവരെന്ന് അഭിമാനിക്കുന്നവരിൽ പോലും ഈ പ്രവണത കാണുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയ വാക്കുകളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മയിൽ വരുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്ന എങ്ങനെ? ചില ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗലാത്യ ലേഖനം 4 അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് നാം പിൻപറ്റിക്കൊണ്ടിരുന്നതും പിന്നീട് വിട്ടുകളഞ്ഞതുമായിരുന്ന ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് നാം വീണ്ടും തിരിയുകയോ, ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുവാൻ നാം വീണ്ടും മുതിരുകയോ ചിന്തിക്കുക. തിരുവചനത്തിൽ ജന്മദിനങ്ങൾക്കോ അതുപോലെയുള്ള ആഘോഷങ്ങൾക്കോ യാതൊരുവിധ പ്രാധാന്യവും നൽകി കാണുന്നില്ല. മറിച്ച് അത്തരം ചടങ്ങുകളെ നിരുത്സാഹപ്പെടുത്തി മാത്രമേ രേഖപ്പെടുത്തി കാണുന്നുള്ളൂ. ദൈവഭക്തരായ ഇയ്യോബും ഇരമ്യാവും തങ്ങളുടെ ജനന ദിവസത്തെ ശപിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 3 അധ്യായം 1, 11 വാക്യങ്ങൾ, ഇരമ്യാവ് 20, 14, 15 വാക്യങ്ങൾ. ദുഷ്ടന്മാരും ദൈവമില്ലാത്തവരുമായ കേവലം 2 രാജാക്കന്മാരുടെ ജന്മദിനാഘോഷങ്ങളെ പറ്റി മാത്രമേ തിരുവചനത്തിൽ പ്രതിപാദിച്ച് കാണുന്നുള്ളൂ. ഒന്ന് പഴയ നിയമത്തിലും ഫറവോൻ, മറ്റൊന്ന് പുതിയ നിയമത്തിലും ഹെരോദാവ്. ഇരുവരുടെയും ജീവിതം ഒരു വിധത്തിലും ശ്ലാഘനീയമായിരുന്നില്ല. ഈ 2 സന്ദർഭങ്ങളിലും അത്യന്തം ദുഃഖകരമായ 2 അനിഷ്ട സംഭവങ്ങളും നടന്നതായി നാം വായിക്കുന്നു. ഫറവോന്റെ ജന്മദിനത്തിൽ തന്റെ അപ്പക്കാരുടെ പ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു. ഉൽപ്പത്തി 40, 20, 22. ഹെരോദാവിന്റെ ജനനോത്സവത്തിൽ യേശുക്രിസ്തുവിന്റെ തന്നെ മുന്നോടിയായിരുന്ന യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം നടത്തേണ്ട ഗതി തനിക്കുണ്ടായി. എത്രയും ദുഃഖത്തിൽ അവസാനിച്ച 2 ആഘോഷങ്ങൾ. ഇന്നും ഇത്തരം പല ആഘോഷ തിമിർപ്പുകളുടെ പരിണിത ഫലം ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിൽ അവസാനിക്കാറില്ലേ? അത്തരം പല ഉദാഹരണങ്ങൾ ഈ എഴുത്തുകാരന് നിരത്തിവെക്കുവാൻ കഴിയും. ഇന്ന് ക്രൈസ്തവ ജനത കർത്താവിന്റെ ജനനോത്സവം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾ എത്രയോ ഹീനവും നിന്ദ്യവുമായ രീതിയിലാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം അക്രമങ്ങളും അപകട മരണവും നടക്കുന്ന ദിവസങ്ങൾ കർത്താവിന്റെ ജന്മദിവസം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഡിസംബർ 25-ലും അതേ തുടർന്നുള്ള പുതുവത്സര ആഘോഷ ദിനത്തിലുമാണെന്നുള്ളത് അടുത്തിടെ ഒരു പത്രവാർത്ത കാണുകയുണ്ടായി. എത്രയും പരിതാപകരമായ ഒരു സ്ഥിതി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വേണ്ടുവണ്ണം അറിയാതെ എന്തെല്ലാമോ ചെയ്തു കൂട്ടുകയാണ് ഇക്കൂട്ടർ. വർഷത്തിലെ ഒരു പ്രത്യേക ദിവസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ആ ദിവസം മാത്രം ദൈവത്തെ പുകഴ്ത്തുന്നു, ആരാധിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും അർത്ഥശൂന്യമാണ്. കാരണം ദൈവം ദിവസങ്ങളെയെല്ലാം ഒരുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം നാം ഒരേ രീതിയിൽ ഒരേ അവസ്ഥയിലും തന്നെ ആരാധിക്കണമെന്നും ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകരും ക്രിസ്തുവിനെ കൂടാതെയുള്ള ക്രിസ്തുമസ് ആചരണത്തിനും പ്രാധാന്യം നൽകുന്നതായാണ് കാണുവാൻ കഴിയുന്നത്. ഇതിൽ നിന്നും എത്രയോ വ്യത്യസ്തരായിരിക്കേണ്ട വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരിൽ ചിലർ പോലും ഇത്തരം വെറിക്കൂത്തുകളിലും ആചാരങ്ങളിലും അകപ്പെട്ട് പോകുന്നു എന്നത് എത്രയോ ദുഃഖകരമാണ്.
അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയാതെ കഴിഞ്ഞിരുന്ന കാലത്തെ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് വീണ്ടും അടിമകളാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്നുള്ള സ്വരം കേൾപ്പാൻ നമുക്കിട വരാതിരിക്കട്ടെ. ക്രിസ്തു ഹൃദയങ്ങളിൽ ജനിക്കാതെയുള്ള ഒരു ആഘോഷവും ഒരു ആചാരവും യഥാർത്ഥ സമാധാനവും സന്തോഷവും നൽകുകയില്ല. യഥാർത്ഥമായി ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ കഴിയും. വ്യർത്ഥമായി ഇത്തരം പുറം ആചാരങ്ങളിൽ നമ്മുടെ സമയം നഷ്ടമാക്കാതെ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിയും അതിനായി ആവലോട് ഇരിക്കുകയും അതേപ്പറ്റി 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അജ്ഞരായിരിക്കുന്ന അനേകരെ നമുക്കതിൽ അറിയിക്കുകയും ചെയ്യാം. കർത്താവ് അതിനേവർക്കും സഹായിക്കട്ടെ. ആമേൻ.